നിങ്ങളുടെ നടുവേദന ശരിക്കും ഡിസ്ക് ബൾജ് ആയതുകൊണ്ടാണോ? ഇനി അതല്ല വേറെ വല്ല കാരണങ്ങൾ കൊണ്ടാണോ? ഇവിടെ വരുന്ന പല പേഷ്യൻസും പറയുന്ന കാര്യമാണ് ഡിസ്കിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നടുവേദന വരുന്നത്. എല്ലാ നടുവേദനയും ഡിസ്കിന്റെ പ്രശ്നം കൊണ്ടാവണമെന്നില്ല. ചെറിയൊരു ശതമാനം ആളുകളിൽ മാത്രമേ ഡിസ്ക് റിലേറ്റഡ് പെയിൻ വരുന്നുള്ളൂ. ബാക്കി ഒട്ടുമിക്ക പേഷ്യൻസിനും വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, മസ്കുലോസ്കെൽട്ടൻ ഇഷ്യൂസ് ലൈക്ക് മസിൽ സ്ട്രെയിൻ ഓർ സ്പാസം, ലിഗമെന്റ് സ്പ്രെയിൻ, പുവർ പോസ്ചർ, കോർ മസിൽ വീക്ക്നെസ്, അതുപോലെ തന്നെ ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള കിഡ്നി സ്റ്റോൺസ്, എൻഡോമെട്രോസിസ്, ട്യൂമർ പോലുള്ള കണ്ടീഷൻസ്. ഇനി അതല്ല സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മസിൽ ടൈറ്റ് ആവുകയും അവിടെ പെയിൻ അനുഭവപ്പെടുകയും ചെയ്യും. ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ഒബേസിറ്റി, നമ്മൾ റോങ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പൊസിഷൻസ്, ലാക്ക് ഓഫ് എക്സസൈസ്, അതുപോലെ തന്നെ ഓക്യുപ്പേഷൻ. ഇപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരാം. അതുകൊണ്ട് സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാണ്ട് അതിന്റെ യഥാർത്ഥ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക.